എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മളെല്ലാവരും ആഗ്രഹിച്ചതുപോലെ തന്നെ അച്ചമ്മ സച്ചിയുടെയും രേവതിയുടെയും ശാന്തി മുഹൂർത്തത്തിനുള്ള സമയം കുറിക്കുകയാണ്. അപ്പം മനസ്സില്ലാ മനസ്സോടു കൂടിയാണെങ്കിലും സച്ചി തൻ്റെ മുത്തശ്ശിയുടെ കണ്ണുനീരിന് മുന്നിൽ മുട്ടുമടക്കുകയാണ്. അങ്ങനെ രേവതിക്കും വലിയ സന്തോഷമൊക്കെ ആയി. പിന്നീട് നമ്മളെ കാണിക്കുന്നത് അതിനു വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്ന അച്ചമ്മയും പാറുവമ്മയും ഒക്കെയാണ്. അപ്പം അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സച്ചിയാണെങ്കിലോ, എൻ്റെ അച്ചമ്മ ഇതൊക്കെ ഇപ്പോഴേ തന്നെ ചെയ്യണോ, ഇന്ന് രാത്രിയിലത്തേക്കല്ലേ സമയം കുറിച്ചിരിക്കുന്നത്, എടാ രാത്രിയാണെങ്കിൽ കൂടിയും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്, നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല സച്ചി കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ സച്ചിയെ ശകാരിക്കുമ്പോഴത്തേക്കിനും സച്ചിയാണെങ്കിലോ, അച്ചമ്മ ഞാനേ എൻ്റെ കൂട്ടുകാർ വന്നിട്ടുണ്ട്, ഞാൻ അവരോടൊപ്പം കുറച്ച് സമയം പോയി ഇരുന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അച്ചമ്മ പറയുന്നുണ്ട്, അതും ഇതും ഒക്കെ പറഞ്ഞ് മുങ്ങാനുള്ള പണിയല്ലേ, അതുകൊണ്ട് നീ പോകണ്ട, നീ ഇവിടെ രേവതി മോളുടെ അടുത്ത് തന്നെ ഉണ്ടാകണമെന്നും പറഞ്ഞ് അച്ചമ്മ അവനെ പിടിച്ചു നിർത്തുമ്പം സച്ചിയാണെങ്കിലോ, രേവതി പ്ലീസ്, നീ പറഞ്ഞാലേ ഇനി അച്ചമ്മ കേൾക്കുള്ളൂ, അതുകൊണ്ട് നീ അച്ചമ്മയോട് കാര്യങ്ങൾ പറയും, ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പോയിട്ട് ഇപ്പം സന്ധ്യക്ക് മുന്നേ ഇങ്ങോട്ട് വന്നോളാം എന്നുള്ളൊരു വാക്ക് കൊടുക്കുകയാണ്. അപ്പം സച്ചിയുടെ കെഞ്ചലൊക്കെ കാണുമ്പോഴത്തേക്കിനും രേവതി ആണെങ്കിലും പാവല്ലേ അച്ചമ്മ, പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് അച്ചമ്മയോട് കാര്യം പറയുക. അപ്പം അച്ചമ്മയാണെങ്കിൽ എന്നാൽ എന്തേലും ആവട്ടെ, മോള് സമ്മതിച്ചത് കൊണ്ട് മാത്രം ഞാനും സമ്മതിക്കാമെന്നും പറഞ്ഞ് സച്ചിയെ പറഞ്ഞയക്കുകയാണ്. പിന്നീട് അവിടെ നമ്മുടെ അച്ചമ്മയുടെ അടുത്തുള്ള വീടിനടുത്തുള്ള കുറച്ച് ചേച്ചിമാരൊക്കെ വരികയാണ്. അച്ചമ്മയുടെ പ്രായമൊക്കെയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. അവരെല്ലാവരും വരുമ്പോഴത്തേക്കിന് രേവതി ആണെങ്കിൽ ഇതാ നാണം കൊണ്ട് നിൽക്കുക. ഇതെന്താ അച്ചമ്മ ഇവരൊക്കെ ഇങ്ങോട്ട് വരുന്നത്, അതൊക്കെ ഉണ്ട്. ആദ്യ രാത്രി എന്ന് പറഞ്ഞാൽ ഇത് ചില്ലറ കാര്യമൊന്നുമല്ല. ഒരു പുരുഷനും ഒരു പെണ്ണും അവരുടെ ജീവിതം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട്. മോൾ ഇവിടെ അതൊക്കെ കണ്ട് നിന്നേച്ചാൽ മതി. ഇനി നിങ്ങളുടെ തലമുറ കഴിയുമ്പോഴത്തേക്കിനും അടുത്ത നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആകുമ്പം മോള് വേണം ഈ കാര്യങ്ങളൊക്കെ മുൻകൈ എടുത്ത് ചെയ്തു കൊടുക്കാനെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ നമ്മുടെ രേവതിയെ പറഞ്ഞ് ധരിപ്പിക്കുകയാണ് അച്ചമ്മ. അപ്പം പുള്ളിക്കാരിക്കാണെങ്കിലോ, എൻ്റെ അച്ചമ്മ ഇവരെല്ലാവരും കൂടി എന്നെ കളിയാക്കും, നാട്ടിലുള്ള ആൾക്കാർ മുഴുവനും ഉണ്ടല്ലോ ഇതെന്നൊക്കെ പറഞ്ഞ് അവൾ അവിടുന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ മോളെന്തിനാ നാണിക്കുന്നത്, ദേ മോളെ ഞങ്ങളിവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ട് മോളെ വിളിച്ചോളാം, മോളൊരു കാര്യം ചെയ്യും, എളുപ്പമൊന്ന് പോയി കുളിച്ച് റെഡിയായിട്ടൊക്കെ വരാൻ പറയുകയാണ്. അതിന് ഇപ്പോഴേ കുളിക്കുന്നത് എന്തിനാ, ഞാൻ രാവിലെ കുളിച്ചതാണല്ലോ എന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ അച്ചമ്മ പറയുന്നുണ്ട്, ഇവളെ എൻ്റെ സച്ചിയുടെ പെണ്ണാണ്, ചില സമയത്ത് സച്ചിയുടെ തനി പകർപ്പ് തന്നെയാണ്, അതുകൊണ്ടാണ് വേഗം പോയി കുളിച്ചിട്ട് വാട്ടോ. അതുപോലെ കുറച്ച് പൂക്കളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഈ പൂക്കളൊക്കെ നിങ്ങളുടെ മണിയറ അലങ്കരിക്കാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് ആ ചേച്ചിമാർ സെറ്റുകളെല്ലാം കൂടി അവിടെ മുഴുവനും അലങ്കരിക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ സച്ചി കൂട്ടുകാരുടെ അടുത്തൊക്കെ ചെന്നു അവരോട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ശ്രീകാന്തിനെയാണ്. ശ്രീ ആണെങ്കിലോ വർഷയ്ക്ക് ഫേക്കായിട്ട് അവൻ്റെ തന്നെ കുറച്ച് പരുക്ക് പറ്റിയ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തല്ലോ. അപ്പോൾ ഇതൊക്കെ കണ്ട് വർഷയാണെങ്കിൽ വലിയ സന്തോഷത്തിലാണ്. ഞാനൊരു കാര്യം ഷെഫിനോട് പറഞ്ഞത് ഷെഫ് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് അവൾ അങ്ങനെ നിൽക്കുന്നത്. അപ്പം പിന്നീടാണെങ്കിലോ ഇവള് നമ്മുടെ ശ്രീകാന്ത് തന്നെ വണ്ടിയിൽ പോകുന്ന ആ ഒരു കാര്യം കാണുകയാണ്. ഒരു പരുക്കും ഇല്ലാതെ ശ്രീ വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന കാണുമ്പം, അല്ല അപ്പോൾ ഷെഫ് ഇവനെ തല്ലി, അതിനുവേണ്ടി അയാൾ ഒരു ദിവസം ലീവ് എടുത്തു എന്നൊക്കെയാണല്ലോ എന്നോട് പറഞ്ഞത്, ഇതിലെന്തോ കള്ളത്തരം ഉണ്ട് എന്നും പറഞ്ഞ് വർഷ നമ്മുടെ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റ് തിരക്കി വരികയാണ്. അവിടെ വന്ന വർഷ കാണുന്ന കാഴ്ച ശരിക്കും വർഷ അങ്ങ് ഞെട്ടി. ശ്രീകാന്ത് തന്നെയാണ് ആ ഒരു ഫ്രോഡ് എന്നുള്ള കാര്യം വർഷ മനസ്സിലാക്കുമ്പം അവൾക്ക് ആ ദേഷ്യമാണെങ്കിലോ അടക്കാനേ പറ്റുന്നില്ല. അപ്പം പെട്ടെന്ന് തന്നെ ചെന്നു ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്, എടാ ഫ്രോഡെ, നീ ആയിരുന്നല്ലേ അപ്പം എന്നെ പറ്റിച്ചുകൊണ്ടിരുന്നത്, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്, നീ ഒന്ന് അവിടെ ഇരിക്കുമോ എന്ന് ചോദിക്കുമ്പം എനിക്ക് നീ പറയുന്ന ഒരു കാര്യവും കേൾക്കണ്ടെന്നും പറഞ്ഞ് വർഷ അവിടുന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങുകയാണ്. അപ്പം വർഷയുടെ പിന്നാലെ പോയി അവളെ സമാധാനിപ്പിക്കാനൊക്കെ നമ്മുടെ ശ്രീ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് ഒരു പരിധിവരെ പാളിപ്പോവുകയാണ്. അവൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. ഇനി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, നീയാണല്ലേ എന്നെ പറ്റിച്ചത് എന്നൊക്കെ പറയുമ്പം, നിനക്ക് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, നീ അന്ന് ആ വല്യമ്മയെ വണ്ടി ഇടിച്ചു, അപ്പം ആ സമയത്ത് അവരെ സഹായിക്കേണ്ടത് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു ധർമ്മമായിട്ട് തോന്നി, അതുകൊണ്ട് മാത്രമല്ലേ ഞാൻ അങ്ങനെ ചെയ്തതെന്നും പറഞ്ഞ് വർഷയുടെ കോംപ്രമൈസും ആയിട്ട് ചെല്ലുമ്പം അവളാണെങ്കിൽ ഇതൊന്നും കേൾക്കാതെ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് നമ്മുടെ ചന്ദ്രമതിയും അതുപോലെ രവിയും കൂടി മക്കളോടൊക്കെ പറയുകയാണ്, സുധി
ഞങ്ങൾ കല്യാണം വിളിക്കാനും അതിൻ്റെ ആവശ്യങ്ങളും ഒക്കെ ആയിട്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പം ആ സമയത്ത് മോനെ നീ നിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം. എവിടെയൊക്കെയാണ് നിനക്ക് വിളിക്കേണ്ടതെന്നും അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് എന്നും ഒക്കെ നീ ആലോചിച്ച് തന്നെ വെക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഭാമ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഭാമയോടും പറയുന്നുണ്ട്, എടി ഞങ്ങൾ കല്യാണത്തിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ വന്നത് നന്നായി. ശ്രുതിയെക്കുറിച്ചിട്ട് തന്നെ പറയാനായിട്ടായിരുന്നു ഞാൻ വന്നത്. നമ്മൾ ആ പൈസയൊക്കെ കൊണ്ട് നമുക്ക് സ്വർണ്ണമൊക്കെ എടുക്കണ്ടേ, എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതിയോട് ഭാമ ചോദിക്കുമ്പം സ്വർണ്ണം എടുക്കണം, അങ്ങനെ തന്നെയാണ് ഞാനും വിചാരിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ അത് 10 പവൻ്റെ സ്വർണ്ണമൊക്കെ അതിൽ നടക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഞാൻ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ചന്ദ്ര അല്ല കേട്ടോ, സോറി ഭാമേ, എന്താ ചെയ്യേണ്ടതെന്നൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് രവി ആണെങ്കിൽ ഇത് അവിടെ നിന്ന് പോവുകയും ചെയ്തു. അപ്പം ചന്ദ്രമതി ആണെങ്കിൽ ഭാമയോട് പറയുകയാണ്, ഇടി 2 ലക്ഷം രൂപ കൊണ്ട് എന്തുണ്ടാക്കാനാണ്? കല്യാണ ചെലവിന് തന്നെ നല്ലൊരു എമൗണ്ട് ആകുമല്ലോ. പിന്നെ അങ്ങേരുടെ പെൻഷൻ പൈസയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടില്ല. ഈ സുധിയാണെങ്കിൽ ജോലിക്ക് പോകുന്നു എന്നും പറഞ്ഞ് ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് രവി ഇരിക്കുന്നതെന്ന് എന്നുള്ള കാര്യവും കൂടി ഭാമ ഇങ്ങനെ ചന്ദ്ര ഇങ്ങനെ ഭാമയോട് പറയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ അവിടെ നിന്ന് വരികയാണ്. അമ്മ അച്ഛനെങ്ങാനും എനിക്ക് ജോലി ഇല്ലാത്ത കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവില്ലേ? ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറയുമ്പം നീ അതൊന്നും ആലോചിച്ച് പേടിക്കൊന്നും വേണ്ട, എല്ലാത്തിനും ഒരു പരിഹാരം ഞാൻ കണ്ടിട്ടുണ്ട്, നീ സമാധാനപ്പെട്. ഇപ്പം എന്തായാലും നടക്കേണ്ടത് നിന്റെ വിവാഹമാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ശ്രുതിയെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ വർഷയ്ക്ക് പിന്നാലെ ചെല്ലുകയാണ്. അപ്പം വർഷയ്ക്ക് പിന്നാലെ ചെന്നതും വർഷയെ 2 പയ്യന്മാർ ഫോളോ ചെയ്യുന്ന കാഴ്ചയാണ് ശ്രീ കാണുന്നത്. അവന്മാർ പിന്നാലെ ചെന്നു വർഷയുടെ കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണമാല പൊട്ടിക്കുന്ന സമയം ശ്രീകാന്ത് അവിടെ അവതരിച്ചു. അവനാണെങ്കിലോ ആ ഗുണ്ടകളെയൊക്കെ അടിച്ച് പദം വരുത്തിയിട്ട് വർഷയുടെ മാല എടുത്ത് അവളുടെ കയ്യിലേക്ക് തന്നെ വെച്ചു കൊടുക്കുമ്പോഴാണ് വർഷയ്ക്ക് സമാധാനമാകുന്നത്. അപ്പം ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ലേ താൻ. എന്തായാലും ഞാൻ മനസ്സിൽ കരുതിയിരുന്നത് ഇയാളൊരു ഫ്രോഡായിരിക്കുമെന്ന് തന്നെയാണ്. പക്ഷേ എനിക്കറിയില്ലായിരുന്നു നിങ്ങളൊരു ഷെഫും കൂടിയാണ് എന്നുള്ള കാര്യം. അതെ, നമുക്കിടയിൽ ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിപ്പോയി, അതുകൊണ്ട് ഇനി അതൊന്നും മനസ്സിൽ വിചാരിക്കേണ്ട. ആ ചെയിൻ അത് പോയല്ലോ എന്നുള്ള കാര്യം ഇങ്ങനെ പറയുമ്പം ചെയിൻ ഒന്നും പോയിട്ടില്ലടോ, എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടെന്നും പറഞ്ഞ് ശ്രീകാന്ത് ആ ചെയിൻ നമ്മുടെ വർഷയ്ക്ക് സമ്മാനിക്കുമ്പം വർഷയാണെങ്കിൽ സ്ത്രീയോടൊരു കൂട്ടുകൂടാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുകയാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ്. എന്തായാലും എല്ലാവരും കാത്തിരിക്കുക. നമ്മളെല്ലാവരും ആഗ്രഹിച്ചതുപോലെയൊക്കെ നടക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഓക്കെ, ബൈ.